ഇത് നമ്മുടെ ഹീറോ വിഡ V1 പ്രോയുടെ റിവ്യൂ ആണ്. എന്റെ 2 വർഷത്തെ സഹകൂട്ടുകാരനാണ് ഹീറോ V1 പ്രോ. അപ്പൊ 2 വർഷം ആയതുകൊണ്ട് ഇതിന്റെ 2 വർഷത്തായ റിവ്യൂ വളരെ കുറവായതുകൊണ്ടാണ് ഈ റിവ്യൂ ഞാൻ ചെയ്യാൻ താല്പര്യപ്പെട്ടത്. ഞാൻ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഏകദേശം 64,587 കിലോമീറ്റർ ആണ് ഈ വണ്ടി നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. കാര്യമായിട്ട് കംപ്ലൈന്റുകളോ ഒന്നും ഈ വണ്ടിക്ക് വന്നിട്ടില്ല. പക്ഷെ തീർത്തും കംപ്ലൈന്റ് ഇല്ലാത്തൊരു വണ്ടിയാണെന്ന് വെച്ചല്ല, ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. അത് സൗന്ദര്യ കംപ്ലൈന്റ്സ് മാത്രമാണ്. പിന്നെ ഞാൻ വണ്ടി എടുത്തത് ആലുവയിലുള്ള നമ്മുടെ ഹീറോയുടെ സർവീസ് സെന്റർ ഉണ്ടല്ലോ, മാറവൽ സർവീസ് സെന്റർ, മാറവൽ എന്നൊരു ഹീറോയുടെ സർവീസ് സെന്ററിൽ നിന്നാണ് ഇത് എടുത്തത്. പിന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ആ സമയത്ത് 2 വണ്ടിക്കാണ് ഈ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരുന്നുള്ളൂ. ഓല ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതറും വിടയ്ക്കാണ് കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രൈസ് കൊണ്ട് നോക്കിയപ്പോൾ 1,20,000 രൂപയാണ് ഈ വണ്ടിക്ക് വരുന്നത്. ആ വണ്ടിക്ക് 60,000-70,000 രൂപ ഹൈക്ക് വരുന്നുണ്ട് ഏതറിന്. അതുകൊണ്ടാണ് ഞാൻ ഹീറോ V1 പ്രോ എടുത്തത്. പിന്നെ ഈ വണ്ടി അന്ന് എടുക്കുന്ന സമയത്താണ് നമ്മുടെ എന്താ പറയുക, അതിന് വീൽ ബേസ് പൊട്ടുന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. വീൽ ബേസ് പൊട്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് ഒരാൾ മരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇലക്ട്രിക് യൂട്യൂബർമാരുടെ ഇടയിൽ വളരെയധികം പ്രതിഷേധവും കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ഹീറോയുടെ പേരോട് എനിക്കൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. പിന്നെ കഴിഞ്ഞ മാസം എന്റെ ഫാമിലിയിൽ പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടി വന്നിട്ടുണ്ട്. അത് വേറൊന്നല്ല, നമ്മുടെ അളയച്ചാര് വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി റിവർ ഇന്ത്യയാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ക്യൂട്ട് ലുക്കാണ്, അതിൽ ഞാൻ കുറ്റൊന്നും പറയില്ല. പക്ഷെ SUV സ്കൂട്ടർ എന്നാണ് അവരുടെ ടാഗ് ലൈൻ എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, ലുക്കിൽ ഞാൻ ഒന്നും കുറ്റൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് പോരമായി തോന്നിയ 3 കാര്യങ്ങളാണ്. ഒന്ന് ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന വണ്ടിക്ക് ഫാസ്റ്റ് ചാർജിങ് ഇല്ല. ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സപ്പോർട്ട് തീരില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒന്ന് പ്രൈസ്. 1,90,000-ലധികം ഈ പ്രൈസ് കൊടുത്ത വണ്ടിക്ക് ഒരു ചൈനീസ് ടോയ്ക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മീറ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആധുനിക ഫീച്ചർ പോലും റിവർ ഇന്ത്യയിൽ വന്നിട്ടില്ല. പിന്നെ അടുത്തൊരു പോരായ്മ എന്ന് പറയുന്നത് സസ്പെൻഷൻ വളരെ ഹാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നടുവേദന. ഞാൻ ഏകദേശം ആലുവ വരെയാണ് ഈ വണ്ടിയിൽ പോയത്. ഒറ്റ റൈഡ് ഞാൻ ഈ റിവർ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളൂ. ആലുവ വരെ പോയപ്പോൾ തന്നെ നടുവേദന കാര്യമായിട്ട് എടുത്തു. അപ്പൊ ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ചെക്ക് ചെയ്തു എന്തുകൊണ്ടാണ് ഈ നടുവേദന വരാനുള്ള കാരണത്തെ കുറിച്ചിട്ട് യൂട്യൂബിൽ ചെക്ക് ചെയ്തപ്പോൾ സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. കാരണം വെയിറ്റ് കൊണ്ടുപോകാൻ തക്ക രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് കുഴിയുടെ ആഘാതങ്ങളെല്ലാം നട്ടലിനെ ഏൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ വണ്ടി അത്ര പോരാ എന്ന് തോന്നുന്നു. പക്ഷെ ലുക്ക് വൈസ് നോക്കുമ്പോൾ ഗുഡ്, കുഴപ്പമൊന്നും പറയാനില്ല. അളയിച്ചാൽ ഏകദേശം 1,200 കിലോമീറ്ററിന്റെ അടുത്താണ് ഈ വണ്ടി ഓടിച്ചത്. ആ പ്രൈസിന് നോക്കുമ്പോൾ വളരെയധികം പ്രൈസ് കൂടുതലാണ്. അവർ ആ പ്രൈസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത്രയ്ക്കുള്ളൂ ഇതിനെ കുറിച്ച് പറയുന്നത്. ചോദ്യമുണ്ട്, ഒരു പുതിയ കസ്റ്റമർ ആണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നത് നല്ലതാണോ? പുതിയൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വിഡ പ്രോ എന്തുകൊണ്ടും നല്ലൊരു വണ്ടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഈ ഫീച്ചറുള്ള ഒരു വണ്ടിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 60,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയ ഹീറോ വിഡ VX2 എന്ന് പറഞ്ഞ മോഡലാണ്, പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതിന് ഏകദേശം 110 കിലോമീറ്റർ റേഞ്ചാണ്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അതുപോലത്തെ റിമൂവബിൾ ബാറ്ററിയാണ്. ഈ ഒരു ഫീച്ചർ പിന്നെ ഹീറോന്റെ വിശ്വസ്തത കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ലാത്ത നല്ല സർവീസ് കാര്യങ്ങളാണ്. ഏതറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് 1,90,000 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. ഫീച്ചറിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ടെക്നോളജിക്കലി ഏതർ അഡ്വാൻസ്ഡ് ആണ്. വേറെ ഒന്നുകൊണ്ടല്ല, അതിന്റെ സ്മാർട്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, നാവിഗേഷൻ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി കസ്റ്റമറുടെ ഇടയിൽ കുറച്ചും കൂടി താരതമ്യത്തിൽ നല്ല വണ്ടിയാണ് ഏതർ റിവ്യൂവിന്റെ കാര്യത്തിൽ. പക്ഷെ ഒരു സാധാരണ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് കൊണ്ട് iQബിനേക്കാളും ചേതക്കിനേക്കാളും റിവർ ഇന്ത്യയെക്കാളും പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആൻഡ് നല്ല ചോയ്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ.